ഇപ്പോൾ ഒരു നാട്ടുമ്പുറത്തെ ഒരു വിപണിയിലേക്കാണ് പോകുന്നത്. ഈ വിപണി ദൂരദർശനിലൊക്കെ വന്നതാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു വിപണിയാണ്. ഈ വിപണി ഇപ്പോൾ 3-ാം വർഷത്തേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ഈ വിപണിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വിവിധ പച്ചക്കറികൾ, വീട്ടുപകരണങ്ങൾ, മല്ലി, മഞ്ഞൾ, മുളക് എന്നിവകളുടെ പൊടികൾ, വെളിച്ചെണ്ണ, വാഴക്കൊലകൾ മുതലായവ ഇന്ന് വിപണിയിൽ വിൽക്കാനായി കർഷകർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ കർഷകരുടെ വാക്കുകൾ കേൾക്കാം. കൃഷിയെ നമ്മുടെ ആലാവിപണി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും നല്ല ഒരു കുട്ടി കർഷകനാണ് കൃഷി. ഇതുപോലെ കുട്ടികളെല്ലാവരും ആക്റ്റീവായിട്ട് സമൂഹത്തിലെ എല്ലാവിധ ആക്ടിവിറ്റീസിലും പങ്കെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ കൃഷിക്ക് നമ്മുടെ വിപണി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അറിയാമല്ലോ. നമ്മുടെ വിപണി എന്ന് പറയുന്നത് ചൂഷണത്തിന് എതിരെ ഉണ്ടായ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ വിപണി എന്ന് പറയുന്നത്. നമ്മുടെ വിപണി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾ, കൂട്ടായ്മകൾ ഒക്കെ തിരിച്ചു വരാനായിട്ട് സഹായിച്ചതാണ് നമ്മുടെ വിപണി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇവിടെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കേണ്ട ഒത്തിരി വിഷയങ്ങളുണ്ട്. ഉദാഹരണം, നമ്മുടെ ഇവിടുത്തെ നമ്മുടെ പുഴ ഉത്തരപ്പള്ളിയാറിൻ്റെ മാലിന്യം, അത് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ ഇവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അധ്വാനിച്ച് അവരുടെ പണം സ്വരൂപിച്ച് ഏതെങ്കിലുമൊക്കെ പ്രൈവറ്റ് ബാങ്കുകളിലും മറ്റും കൊണ്ടിടുന്ന സമയത്ത് അത് മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അവർക്കൊന്നും നിയമപരമായിട്ടുള്ള പരിരക്ഷയൊന്നും കിട്ടുന്നില്ല. അങ്ങനെയുള്ള ചൂഷണത്തിനെതിരെയൊക്കെ നമ്മൾ പോരാടേണ്ട സമയമാണ്. അതേപോലെ തന്നെ സമൂഹത്തിൻ്റെ ശ്രദ്ധ നേടേണ്ട കാര്യങ്ങളാണ് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം. അതേപോലെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ പട്ടിണിയിൽ കഴിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാമെങ്കിൽ അവർക്കൊക്കെ പ്രയോജനമായി തീരും. കൃഷിയുടെ പ്രായത്തിൽ ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ളത് ശുദ്ധമായ പുഴകൾ, ശുദ്ധമായ തണ്ണീർത്തടങ്ങൾ, നമ്മൾ തന്നെ ജൈവ കീടനാശിനികൾ ഒന്നും ഉപയോഗിക്കാതെ ഈ കളനാശിനികളൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അതൊക്കെ നമുക്ക് തിരിച്ചെടുക്കണം. കാരണം നമ്മുടെ നാട്ടിൽ രോഗങ്ങൾ കണ്ടമാനമായിട്ട് വർദ്ധിക്കുകയാണ്. അപ്പം ഇതൊക്കെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആരോഗ്യകരമായിട്ടുള്ളൊരു പരിസ്ഥിതി ജനങ്ങൾക്ക് ആരോഗ്യകരമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. വിപണിയെക്കുറിച്ച് എന്താ അറിയാനാ? വിപണി ഇതുപോലെ വിപണി എങ്ങും ഇല്ല. കേരളത്തിൽ ഇതുപോലെ വിപണിയും കാണത്തുമില്ല. അത്ര സൗഹൃദ കൂട്ടായ്മയില്ല ഇത്. പോരെ. എൻ്റെ പേര് കൃഷ്ണക്കുറുപ്പ്. ഞാൻ ഒരു കൃഷിക്കാരനാണ്. അതുകൂടാതെ എൻ്റെ വീട്ടിൽ ഞാൻ ഒരു സംരംഭം ഇറക്കിയിട്ടുണ്ട്. അത് കൊഴലപ്പം, അച്ചപ്പം, കൈമുറുക്ക് ഇതെല്ലാം വീട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ചോട്ടൂസ് എന്നാണ് എൻ്റെ പേര്. കൂടാതെ ഞാൻ കൃഷി ചെയ്യുന്ന പറഞ്ഞാൽ വാഴ എല്ലാം ജൈവ കൃഷിയാണ്. ഏത്തവാഴ, പച്ചമുളക്, കുക്കമ്പർ, വെണ്ട ഇതെല്ലാം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ആലാവിപണിയുടെ ഒരു സംഘാടകൻ കൂടിയാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ ഈ ആലാവിപണിയിൽ കൂടിയാണ് ഞങ്ങളിതെല്ലാം കൃഷി ചെയ്യാനൊക്കെ പ്രചോദനം ഉണ്ടായത്. ഞങ്ങളിവിടെ കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾക്ക് മാന്യമായ റേറ്റ് കിട്ടുന്നുണ്ട്. മേടിക്കുന്ന ആൾക്കാർക്കും അതിൻ്റെ വില കുറച്ച് അവർക്കും കൊടുക്കുന്നുണ്ട്, അവർക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ആലാവിപണി കൊണ്ടുവരുന്നു. കച്ചവടം നടക്കുന്നത് ഞങ്ങൾക്ക് അടുത്ത ആഴ്ച ഇവിടുത്തെ 3-ാം വാർഷികം തുടങ്ങും, ആഘോഷിക്കുകയാണ്. എല്ലാവരും വരണം. ആഘോഷ പെരുമഴയാ കുഞ്ഞെ അടുത്ത ആഴ്ച ഇവിടെ. ആഘോഷ പെരുമഴ ഇവിടെ തുടങ്ങിയിട്ട് 3 വർഷമാകും. അടുത്ത ആഴ്ചയിലാകുമ്പോൾ ഇപ്പം നല്ല രീതിയിലൂടെ ബിസിനസ് നടത്തുന്നുണ്ട്. ഞാൻ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം വിൽക്കുന്നുണ്ട്. ഏതൊക്കെയാ? ചക്ക, കപ്പ, ഏത്തയ്ക്ക, ചക്ക വറുത്തത്, ഏത്തയ്ക്ക വറുത്തത്, കപ്പ വറുത്തത്, ചേമ്പ് വറുത്തത്, പിന്നെ മിച്ചർ, ഇത്രയും സാധനം ഞാൻ കൊണ്ടുവരുന്നു. ചിലവ് കിട്ടുന്നുണ്ട്. ജൈവ രീതിയിലുള്ള കൃഷിയാണ് ചെയ്യുന്നത്. അടുക്കളത്തോട്ടം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കി വരുന്ന സാധനങ്ങൾ ഞാൻ വിപണി കൊണ്ടുവരാറുണ്ട്. ചീര, വെണ്ടയ്ക്ക, പയറ്, കോവയ്ക്ക, പാവയ്ക്ക, വഴുതനങ്ങ, അങ്ങനെ അത്യാവശ്യമുള്ള പച്ചക്കറികളെല്ലാം ഞാൻ കൊണ്ടുവരാറുണ്ട്. ഇപ്പം കൊണ്ടുവന്നത് സമയം ഇത്രയായി. നമ്മൾ 4:30 തുടങ്ങുന്ന വിപണിയാണ്. കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം തന്നെ വിറ്റഴിഞ്ഞ് പോകാറുണ്ട്. പിന്നെ അതുപോലെ ഇടനിലക്കാരില്ലാതെ നമ്മുടെ പച്ചക്കറികൾക്ക് യഥാർത്ഥ വില കിട്ടാൻ ഈ വിപണി ഒരു വലിയ സഹായമായി. ഇതിൻ്റെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നതും നമ്മളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതും ഒക്കെ ജെയിംസ് വെളുത്തേരിൽ എന്ന് പറയുന്ന അഡ്വക്കേറ്റാണ്. വളരെ സന്തോഷമായിട്ട് തന്നെയുമല്ല, നമുക്ക് ഒരു കൂട്ടായ്മയും പരസ്പര സൗഹൃദങ്ങളൊക്കെ പങ്കുവയ്ക്കാനും
പിന്നെ പല അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് നല്ല രീതിയിൽ പോകാനായിട്ട് ഈ വിപണി കൊണ്ട് നമുക്ക് സാധിക്കുന്നു. ഇടനിലക്കാരില്ലാതെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഏറ്റവും ശുദ്ധമായ സാഹചര്യത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് വിറ്റഴിക്കാനുള്ള ഒരു സാഹചര്യമാണ് വിപണികൾ. അത് തികഞ്ഞൂരുള്ള എല്ലാ വിപണികളിലും ഞാൻ പോവുകയും എനിക്ക് നല്ല സെയിലുകൾ അവിടെ നിന്ന് കിട്ടുകയും ചെയ്യുന്നു. ഇതെല്ലാം എൻ്റെ പ്രോഡക്റ്റുകളാണ്. നല്ല മാവുണ്ട, അച്ചപ്പം, കുഴലപ്പം, ചിപ്സ് ഐറ്റംസ് എല്ലാം, ചമ്മന്തിപ്പൊടി, അച്ചാറുകൾ, ചക്ക വരട്ടി ഉണ്ടോ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. എൻ്റെ എൻ്റെ ബ്രാൻഡ് നെയിം ചേച്ചിയമ്മ ഹോം മെയ്ഡ്. ചേച്ചിയമ്മ ഹോം മെയ്ഡ് എന്നാണ് എൻ്റെ ബ്രാൻഡിൻ്റെ നെയിം. നമ്മൾ വിദേശത്തേക്കൊക്കെ ധാരാളം സാധനങ്ങൾ അയച്ചു കൊടുക്കുകയും ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് വിപണികളുള്ളത് കൊണ്ട്. പേര് ഗോപിനാഥൻ നായർ, വിമുക്ത പഠനമാണ്. ഞാനൊരു ഇടവിള കൃഷിക്കാരനാണ്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഇടനിലക്കാരില്ലാതെ വിപണിയിലെത്തിച്ച് മിതമായ വിലയ്ക്ക് വിൽക്കുന്നു. അത് ഒരു നല്ല സംരംഭമായിട്ടാണ് ഞാൻ കാണുന്നത്. താങ്ക് യു. കൃഷിയുടെ ഈ യൂട്യൂബ് ചാനലിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും.